ആശങ്ക ഇപ്പോൾ മാറി എന്ന് തന്നെ പറയാം. പരിപാടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഓരോരുത്തരും ഇപ്പോൾ പരിശോധിച്ച് അകത്തേക്ക് കടത്തിവിടുകയാണ്. ആ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് ഇവിടെ എത്തി, അല്ലെങ്കിൽ ഈ ബൗൺസേഴ്സ് ഈ വിവരം അറിയിച്ചപ്പോൾ തന്നെ പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ പരിശോധന നടത്തി ഓരോരുത്തരെയും ഇങ്ങനെ കയറ്റിവിടുകയാണ്. ഇപ്പോൾ പരിപാടി അവിടെ പുരോഗമിക്കുന്നുണ്ട്. വേദിയിൽ ശ്രീജിത്ത് പണിക്കരും അതോടൊപ്പം തന്നെ സി രവിചന്ദ്രൻ ഉൾപ്പെടെ നമുക്ക് കാണാം. ഈ പരിപാടി നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ബൗൺസേഴ്സ് പോലീസിനെ വിവരം അറിയിക്കുകയും പിന്നീട് പോലീസ് ഇവിടെ എത്തി പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും തോക്കുമായി ഇവിടേക്ക് ഒരാൾ വരികയായിരുന്നു. അതിനുശേഷം ബൗൺസേഴ്സിന്റെ പരിശോധന നടത്തുമ്പോൾ ആ പരിശോധനയ്ക്കിടെ അയാൾ മുൻപോട്ടേക്ക് പോയി. അതോടുകൂടി തന്നെ അല്പം ആശങ്കയുണ്ടായി. അതിനുശേഷമാണ് ഈ ബൗൺസേഴ്സ് പോലീസിനെ വിവരം അറിയിക്കുകയും പിന്നീട് ഇവിടെ വ്യാപക പരിശോധന, ഈ പരിപാടി അല്പം നേരം നിർത്തിവെച്ച് പിന്നീട് വ്യാപക പരിശോധന നടത്തുന്നത്. ആ പരിശോധനയ്ക്കൊടുവിൽ എന്തായാലും ഈ തോക്കുമായി എത്തിയ ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉദയംപേരൂർ സ്വദേശിയാണ്. ഇയാൾക്ക് തോക്ക് കൈവശം വെക്കാനുള്ള ലൈസൻസ് ഉണ്ടെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഉദയംപേരൂർ വിദ്യാധരൻ കൊലക്കേസിലെ സാക്ഷി പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ജീവന് ഭീഷണിയുണ്ടെന്ന് പോലീസിനെ അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് തോക്ക് കൈവശം വെക്കാനുള്ള ഒരു ലൈസൻസ് ഉണ്ടെന്ന വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ വിവരം പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ പരിപാടി ഇവിടെ നടന്നു വരികയാണ്. ബോംബ് സന്ദേശമില്ല, അല്ലെങ്കിൽ ബോംബ് ഭീഷണി എന്ന സന്ദേശം അത് ഇല്ല എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിച്ചു. പകരം ഈ ഒരു ആശങ്കയാണ് ഉണ്ടായത്. തോക്ക് കൈവശം വെച്ച ഒരാൾ ഇവിടെ എത്തിയതാണ് ഈ പ്രശ്നങ്ങൾക്ക് തന്നെ കാരണമായത്. ഇപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ വേദിയിലിരിക്കുകയാണ്. ഏതാണ്ട് 6000-7000-ഓളം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ നിര ഈ സ്റ്റേഡിയത്തിന് പുറത്ത് നമുക്ക് കാണാം. അതുകൊണ്ട് ഓരോരുത്തരും ഈ പരിപാടിക്ക് പരിശോധന പൂർത്തിയാക്കി ആളുകളെ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുകയാണ്. രാവിലെ 8:00-ക്കാണ് ഈ പരിപാടി തുടങ്ങിയത്. സ്വതന്ത്ര ചിന്തകരുടെ ഒരു കൂട്ടായ്മ ഇവിടെ പരിപാടിയിൽ